ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരങ്ങളുടെ ഗോൾ കോൺട്രിബ്യൂഷൻസ്, പ്രത്യേകിച്ച് ഗോൾ അടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകമാണ് എന്നുള്ളൊരു രീതിയിലാണ്. ആകെ ഡാനിഷ് ഫറൂഖിൻ്റെ 2 ഗോളുകളാണുള്ളത്. ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം 2 ഗോൾ ഒരു അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ആരും ഗോൾ തന്നെ അടിച്ചിട്ടില്ല ഇന്ത്യൻ പ്ലേയേഴ്സ്. ഈ നിഹാലിൻ്റെ ഒരു അസിസ്റ്റും സന്ദീപിൻ്റെ അസിസ്റ്റും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു അസിസ്റ്റിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മലയാളി താരങ്ങൾ ISL മറ്റ് ക്ലബ്ബുകളിൽ കളിക്കുന്ന ചില താരങ്ങൾ അവരുടെ പ്രകടനങ്ങൾ ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ താരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് സനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ജംഷഡ്പൂർ FC കളിക്കുന്ന താരമാണ്. ഒരു വിങ്ങറാണ്. അദ്ദേഹം ഒരു ടീനേജറാണ്. ജസ്റ്റ് 19 ഇയർ ഓൾഡ് താരമാണ്. മുമ്പ് നമ്മൾ ഈ ഒരു താരത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, മസ്റ്റ് വാച്ച് ഔട്ടിലൊക്കെ അടക്കം. അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണാണ് ഇതെന്നല്ല ആലോചിക്കുക. പലപ്പോഴും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെയാണ് വരുന്നതെന്ന് ആലോചിക്കാം. പക്ഷേ ഇതിനോടകം തന്നെ അദ്ദേഹം ISL സൂപ്പർ കപ്പിലുമായിട്ട് 3 ഗോളും 2 അസിസ്റ്റുകളും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതൊരു വലിയ കണക്ക് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീനേജറാണ്, ആദ്യ സീസണാണ് എന്നുള്ളതൊന്ന് ആലോചിക്കണം. അദ്ദേഹം ഒരു വിങ്ങർ എന്ന നിലയിൽ തന്നെയാണ് കളിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഒരു ട്രഡീഷണൽ ഇന്ത്യൻ വിങ്ങർ കളിക്കുന്നത് പോലെ ഭയങ്കര സ്പീഡി ആയിട്ട് കളിക്കുന്ന പ്ലെയറൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബോൾ ഭയങ്കര വിത്ത് ദ ബോൾ അദ്ദേഹം ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിറ്റി അടിപൊളിയാണ്. അതുപോലെ ഫസ്റ്റ് ടച്ച് പൊളിയാണ്. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. അതുപോലെ സ്കോർ ചെയ്യാൻ, കട്ട് ഇൻസൈഡ് ചെയ്ത് സ്കോർ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ കഴിഞ്ഞ മാച്ചിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 4-0 ജംഷഡ്പൂർ FC വിജയിച്ചിട്ടുള്ളൊരു മത്സരം, അതിൽ 2 ഫ്രീ കിക്ക് ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ 2 ഫ്രീ കിക്കിലേക്ക് നയിച്ചത് സനാൻ്റെ റണ്ണിൽ നിന്നാണ്. അദ്ദേഹം ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തുന്നത്. അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായത് KBFC ആയിട്ട് അദ്ദേഹം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് ചില റീസൺസ് കാരണം ആണ് അദ്ദേഹം ജോയിൻ ചെയ്യാതെ പോയത് എന്നുള്ളത്. സോ ഏതായാലും ഇത്തവണ അദ്ദേഹത്തിന് ISL ഒരു നല്ല സ്റ്റാർട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ജിതിൻ MS എന്ന് പറയുന്ന ഒരു താരത്തിലേക്ക് വരുമ്പോൾ, ജിതിൻ MS KBFCയുടെ പാർട്ടായിരുന്നു. പക്ഷേ കോമ്പറ്റീറ്റീവ് മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല, റിസർവ് സൈഡിലൊക്കെ കളിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും മിസ്റ്റർ കൺസിസ്റ്റൻറ്റ് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകുലം കേരള FC അദ്ദേഹം I ലീഗിൽ കളിക്കുന്ന കാലം തൊട്ട് അദ്ദേഹം ഒരു പെർഫോമൻസ് അദ്ദേഹം നടന്നുണ്ട്. അത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതൊരു പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ കോമ്പറ്റീഷൻസിൽ നിന്നായിട്ട് 2 ഗോൾസ് 4 അസിസ്റ്റ്. പക്ഷേ സ്റ്റാറ്റിനേക്കാൾ എത്രയോ മടങ്ങ് പെർഫോമൻസ് അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. അപ്പം കഴിഞ്ഞ മാച്ചിൽ മോഹൻ ബഗാനെതിരെ ആണെങ്കിൽ കൂടി അദ്ദേഹമാണ് ആ ഒരു പെനാൽറ്റി നേടിക്കൊടുത്തത്. അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അദ്ദേഹം ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കറിയില്ല ഒരു നാഷണൽ ടീം മെറ്റീരിയൽ ആണോ എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഇതൊക്കെ അദ്ദേഹം ഇത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെ ബിബിൻ സിംഗിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ISL അദ്ദേഹം എപ്പോഴും ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തും. പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പം അത്രയ്ക്കില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് ബിബിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ടാണ് ജിതിനെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആ ഒരു ബോൾ നേടിയെടുത്ത്, ഓഫ് ദ ബോളിലാണെങ്കിൽ അദ്ദേഹം ബോൾ നേടിയെടുത്ത് റൺ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ചില വിഷനാണെങ്കിലും ഒക്കെ ബിബിൻ സിംഗിനേക്കാൾ കുറച്ചും കൂടി മുകളിൽ നിൽക്കും എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. പറഞ്ഞല്ലേ, I ലീഗിലെ ബെസ്റ്റ് മിഡ്ഫീൽഡറായിട്ടാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരുന്നത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കൂടുതലും ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളാണ് കളിക്കുന്നത്. അദ്ദേഹം എപ്പോഴും ആ ഒരു പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പല പ്ലേയേഴ്സും 1 സീസൺ വണ്ടേഴ്സൊക്കെ ആകാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുറച്ചധികം സീസണുകളായിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. റബി എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് FC കളിക്കുന്ന താരമാണ്. ഇദ്ദേഹത്തിന് ഈ സീസണിൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു എക്സ്പെക്റ്റഡ് അസിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം 1-2 അല്ലെങ്കിൽ അതിലധികമൊക്കെ കിട്ടേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ഹൈദരാബാദിലാണ് കളിക്കുന്നത്. അവിടെ ഇപ്പം യങ് സ്ട്രൈക്കേഴ്സ്, ഇന്ത്യൻ സ്ട്രൈക്കേഴ്സൊക്കെയാണ് കളിക്കുന്നത്. അപ്പം ഗോൾ സ്കോറിംഗ് ഒന്നും അത്രയ്ക്ക് വരുന്നില്ല. അറിയാലോ അവരുടെ സ്ട്രഗിൾ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എനിക്ക് റബീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം KBFCയിലൊക്കെ മുമ്പ് റിസർവ്സിലൊക്കെ കളിച്ചിരുന്നൊരു പ്ലെയറാണ്. രാഹുൽ KP ഒരു സെനാരിയോ എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അടുത്ത സീസണിൽ അദ്ദേഹം പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അബ്ദുൾ റബി എന്നുള്ളതാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു വേഴ്സറ്റൈൽ, ഇപ്പം RB ആയിട്ടും കളിക്കുന്നുണ്ട്, RM അല്ലെങ്കിൽ റൈറ്റ് വിങ്ങർ റോളും കളിക്കുന്നുണ്ട്. അദ്ദേഹം ഡിഫൻസീവിൽ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ സ്പീഡി ആയിട്ടുള്ള പ്ലെയറാണ്, ഫിസിക്കലി അടിപൊളിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്രോസസ് നൈസാണ്. പിന്നെ ഒരു 1 ഡയമെൻഷൻ കളിക്കുന്ന പ്ലെയർ അല്ല. അദ്ദേഹം ചിലപ്പോൾ കട്ടിങ് സൈഡ് ചെയ്ത് ഷോട്ട് എടുക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ബോത്ത് ഫീറ്റ് കൊണ്ടിട്ടാണെങ്കിലും. അതുപോലെ അദ്ദേഹം ചാൻസ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഉള്ളൊരു പ്ലെയറാണ്. പൊതുവെ പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ജിതിൻ MSൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ അബ്ദുൾ റബിയും ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, അങ്ങനെ അപ്രിസിയേഷൻസ് ഒരുപാട് അങ്ങനെ കേൾക്കാത്ത ഒരു പ്ലെയർ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ അത് പിക്ക് ചെയ്താലും ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇത് ഞാൻ ഒരു വിലയിരുത്തൽ എന്ന നിലയിൽ പറഞ്ഞതാണ് ഈ 3 താരങ്ങളെ പറ്റിയിട്ട്. അപ്പം നിങ്ങളെങ്ങനെയാണ് ഈ താരങ്ങളെ വിലയിരുത്തുന്നത് എന്നുള്ള ഉറപ്പാടും കമ്പോസിൽ കാണിക്കും. ഞാൻ സനി.